ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കിരൺ രാഹുലിനെ വിളിച്ചിട്ട് പറയാണ്, ലോകം മുഴുവൻ പെണ്ണുകെട്ടി നടക്കുന്ന ഒരുത്തൻ്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണ്ട അല്ലേ? എന്നാലേ ആ കുഞ്ഞിനെ അവൾക്ക് വേണം, നിങ്ങളുടെ മോൾക്ക്. അതുപോലെ തന്നെ ആ കുഞ്ഞ് നിങ്ങൾക്കിടയിൽ ജീവിക്കേണ്ടതും ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും സാഹസത്തിന് മുതിരണ്ട. ഇനി അങ്ങോട്ട് ആ കുഞ്ഞിൻ്റെ മേൽ ഞങ്ങളുടെ കണ്ണുകൾ ഉണ്ടാവും എല്ലായ്പ്പോഴും. അപ്പോൾ രാഹുൽ ഷാരിയോട് പറയാണ്, അവൻ തന്നെയാണ് നമ്മുടെ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചത്, അപ്പുറത്തെ അവൻ. അപ്പോൾ ഷാരി ഞെട്ടലോടെ ചോദിക്കുകയാണ്, കിരണോ? അവളും ഫോൺ വാങ്ങി സംസാരിച്ചു. കുഞ്ഞിവിടെ നിൽക്കേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ്. നമ്മൾ തകരണം എന്നാണ് അവനേക്കാൾ കൂടുതൽ അവളുടെ ആവശ്യം. അവൾക്കങ്ങനെ തോന്നുമല്ലോ, കാരണം അവളെ നമ്മളും നമ്മുടെ മോളും ഒക്കെ ഒരുപാട് തകർക്കാൻ ശ്രമിച്ചതല്ലേ. അതിൻ്റെ വൈരാഗ്യം എന്തായാലും അവൾക്ക് കാണും. അപ്പോൾ സമയമായപ്പോൾ അവളത് പുറത്തെടുക്കുക. നീ ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തവൻ നാട് വിട്ട് കാണും. അവൻ ഇവിടെ കിടന്ന് കറങ്ങി, അതായിരുന്നു മെയിൻ കുഴപ്പം. ആൾക്കാരെ കണ്ടെത്തുമ്പോൾ കഴിവുള്ളവരെ കണ്ടെത്തണം. അതെ, നിങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്തവരെ കണ്ടെത്തിയാൽ ഇതാണ് കുഴപ്പം. നിങ്ങളുടെ മണ്ടത്തരെല്ലാം കൂട്ടിക്കുറിച്ച് ഒരു പേപ്പറിൽ പകർത്തി അതൊരു ക്യാമറയിൽ പകർത്തിയാൽ ഏറ്റവും വലിയ കോമഡി ആയിരിക്കും. ഷാരി പറയാം രാഹുലിനോട്, ഇതുപോലൊരു കോമാളിയാണ് നിങ്ങൾ. നീ ഒന്ന് നിർത്ത് ഷാരി. ഇതിനാ നിർത്തുന്നേ? അയലത്തുള്ള അനന്തരവൻ അവൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് സുഖമായിട്ട് ജീവിക്കുക. ലോകം മുഴുവൻ പെണ്ണുകെട്ടി നടക്കുന്ന ഒരുത്തനെ സ്വന്തം മോള് ആരാധനയോടെ നോക്കുക, അടക്കി പിടിക്കുക. നീ അവൻ തരികിടയാണെന്നറിയുമ്പോൾ മിക്കവാറും ആ പെണ്ണിന് ഭ്രാന്ത് വരും. അത് പരിഹരിക്കാൻ നേരത്തെ കൂട്ടി എന്തെങ്കിലും ചെയ്തു വെക്കണം. എന്തായാലും എൻ്റെ ജീവിതം തൊലഞ്ഞു, എനിക്ക് ആരുമില്ല. മോളോ കൊച്ചുമോളോ ആരും, ഞാൻ ഒറ്റയ്ക്കാ. അതും പറഞ്ഞ് ഷാരി കരയാ. അങ്ങനെ പ്രകാശനും ബാലനും വന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ അവളുടെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് എന്നിട്ട് പറയാം, എടാ നോക്കടാ, മുടിയൊക്കെ എണ്ണയൊക്കെ തേച്ച് ചീകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയാണ്, അത് നല്ല കാച്ചിയ എണ്ണ തേച്ച് മിനുക്കിയതാണ് മുടി. എടാ പ്രകാശ, ഇറങ്ങി നോക്കടാ. അപ്പോൾ പ്രകാശൻ പറയണം, വേണ്ട വേണ്ട, കാർത്തിക മോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. കാർത്തിക മോൾ കല്യാണത്തിൻ്റെ അന്നേ കാണാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പോകണം, സംസാരിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ നെഞ്ചിലൊരു പടപടപ്പോ ഒരു വല്ലാത്തൊരു വിമ്മിട്ടോ ഒക്കെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ നീ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, ഒരു 19 വയസ്സ് കഴിഞ്ഞ ആളാ. പക്ഷേ നീ നിൻ്റെ മോനേക്കാൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ. അണ്ണാ, പ്രേമത്തിന് കണ്ണുമില്ല മണ്ണുമില്ല ഒന്നുമില്ല. ബാലണ്ണം പറയാണ്, ഞാനേതായാലും ഒന്ന് കൈ കാണിച്ചളിയാം എന്ന് പറഞ്ഞ് കൈ കൊണ്ട് ടാറ്റ പറയുന്ന രീതിയിൽ കാണിക്കുകയാണ്. അപ്പോൾ പ്രകാശം പറയാണ്, വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ അവരങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. വണ്ടിയെടുക്ക്. അപ്പോൾ അവൾ പറയാണ്, അത് അവരല്ലേ, അയാളല്ലേ. പ്രകാശനും പറയാണ്, ഒരുമാതിരി ചുമ്മാ വേണ്ടാത്ത പരിപാടി കാണിക്കല്ലേ. അതെന്താണ് പ്രകാശ, നിങ്ങളെന്തിനാണ് എൻ്റെ പെണ്ണിനെ നോക്കി കൈ കാണിച്ചത്? എടാ, എനിക്ക് പരിചയമുണ്ടല്ലോ അവളെ. പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ കയറി അങ്ങ് പുതുക്കുമോ? അങ്ങനെ ഇപ്പോൾ ആ പരിചയം പുതുക്കണ്ട. നീ ഇങ്ങനെ സംശയരോഗിയായാൽ നിൻ്റെ ജീവിതം കൊഞ്ഞാട്ടിയാവും. ആയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് ഇമ്മാതിരി പരിപാടിയാണ് നിൻ്റെ കയ്യിലുള്ളതെങ്കിൽ ഭരണ ഞാൻ പറഞ്ഞേക്കാം, പിന്നെ നിങ്ങളെ ഡ്രൈവറാക്കുന്ന ഒരു പ്രശ്നവുമില്ല. ചതിക്കലടാ. അത് തന്നെ എനിക്കും പറയാനുള്ളത്, ചതിക്കരുത്. വെറുതെ ജീവിച്ച് പോയിക്കോട്ടെ മാനമര്യാദയ്ക്ക്. ഞാൻ തലയെടുപ്പൊന്നുള്ള ഒരാളല്ലല്ലോ, നമ്മൾ വെറും ഒരു സോഡാ കുപ്പി. നിന്നെ പോലെയോ നിൻ്റെ മോനെ പോലെയോ ഒന്നുമല്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ കണ്ട ഓരോരോ കുശലങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ്. രാഹുൽ എങ്ങോട്ടോ ഇറങ്ങിയിട്ട് പോവുകയാണ്, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഈ കിരൺ വരികയാണ്. അങ്ങനെ ഇങ്ങോട്ടേക്ക് കിരൺ വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, എന്താ ഇത്ര ദേഷ്യം? എൻ്റെ മോളുടെ ഭർത്താവ് ഏത് തരക്കാരനാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. എന്നേക്കാൾ മുന്നേ അവനെ അറിഞ്ഞവനാണ് നീ. എന്നിട്ടും എന്തിനാ നീ ആ കുഞ്ഞിനെ തിരികെ കൊണ്ടുവന്നത്? കേട്ട് കിരൺ ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് എന്താ ഇത്ര ശത്രുത? നിങ്ങളുടെ ഭാര്യ അതിന് കൂട്ടുനിന്നെങ്കിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ആ കുഞ്ഞെന്തായാലും അവരുടെ കൊച്ചുമോളല്ല. എന്നാൽ കൺമണി എന്ന ആ ഓമന പേരിട്ട് സരയു പിടിക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ കൊച്ചുമോളല്ലേടോ? അങ്ങനെ കരുതാൻ എനിക്ക് പറ്റില്ല. അവൻ്റെ കുഞ്ഞാ, ലോകം മുഴുവൻ ഭാര്യമാരുള്ള അവൻ്റെ കുഞ്ഞ്. അവൻ എത്ര ഭാര്യമാരുണ്ടായാലും കുഞ്ഞുങ്ങളുണ്ടായാലും നിങ്ങളുടെ കൊച്ചുമോള് നിങ്ങളുടേത് തന്നെയാണ്. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് സരയു കണ്ടുകൊണ്ട് വരികയാണ്. എൻ്റെ സരയു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവർ രണ്ടുപേരും എന്തായി സംസാരിക്കുന്നത്?
അല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാൻ ഇവിടെ മാർഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വളരെ നിസ്സാരമായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ രാഹുൽ പറയാണ്, നിനക്കിനി ഞാൻ ഒരു ശല്യത്തിനും വരില്ല. ഞാൻ വെറുതെ വിടാം, പക്ഷേ ആ കുഞ്ഞ് എവിടെ പോയാലും തിരികെ കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. മണി, ആ പൊടിക്കുഞ്ഞിനെ കാണാതാവുമ്പോൾ നിങ്ങളുടെ മകൾ മാത്രമല്ല അലമുറയിട്ട് കരയുന്നത്, വേറൊരാൾ കൂടിയുണ്ട്. അതുപോലെ സങ്കടപ്പെടാനുണ്ട്. അവരുടെ പേരാണ് താര, നിങ്ങളുടെ താരാൻറ്റി. കുഞ്ഞ് നിങ്ങളുടെ ഭാര്യയുടെ കൊച്ചുമോളല്ല, താരാൻറ്റിയുടെ കൊച്ചുമോളാണ്. ആരെയും മാറി നിന്നുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അതെല്ലാം നെഞ്ചിൽ കൈതൊട്ടുകൊണ്ട് നിങ്ങളെ കൊണ്ടത് പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കാതെ നിൻ്റെ പാട് നോക്കി പോകാൻ നോക്ക്. ഞാൻ പോവുക തന്നെയാണ്, പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ നിങ്ങൾ പലരുടെയും മുമ്പിൽ നിന്ന് ഉരുകേണ്ടി വരും. ഉരുകുതിരി പോലെ ഉരുകി തീരേണ്ടി വരും. അത്രയും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്നും പോയി. ആരെയോ ഒന്നും കേട്ട ഭാവം നടിക്കാതെ അവിടെ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. രാഹുൽ വരുമ്പോഴത്തേക്കും ആരും കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടെ രാഹുൽ അകത്തേക്ക് കയറി വരികയാണ്. എൻ്റെ കുഞ്ഞ് ആ സംസാരിക്കാത്തവരുടെ കൊച്ചുമോളോ? അവൻ അത്രയും തറപ്പിച്ച് പറഞ്ഞിട്ടും അച്ഛൻ ഒന്നുപോലും പ്രതികരിച്ചില്ലല്ലോ. അങ്ങനെ പ്രകാശനും ബാലനും വരികയാണ് അവരുടെ വർക്ക് നടക്കുന്നിടത്തേക്ക്. അപ്പോൾ ബാലനൻ ചോദിക്കുകയാണ്, എന്തിനാ പ്രകാശം ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ അണ്ണ, ഇവിടെ പണിയെടുക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? മുതലാളിയാണെന്ന് കരുതി അതിരുവിട്ട് പോകരുത്. എൻ്റെ അണ്ണ, നമ്മുടെയൊക്കെ ജീവിതം എത്രയെന്ന് പറഞ്ഞിട്ടാ? കിട്ടുന്ന അവസരം സുഖിക്കുക, എൻജോയ് ചെയ്യുക, മുതലാക്കുക. അവിടെ നേരെ ഞാനൊന്ന് അവരെ ശ്രദ്ധിച്ചിട്ട് വരാം. പണിയെടുക്കുന്നവൻ പറയാണ്, നമസ്കാരം സാർ. ദേ ബഹുമാനമൊക്കെ പിന്നെ, മര്യാദയ്ക്ക് പണിയെടുക്കുക. വൈകുന്നേരം ആകുമ്പോൾ പൈസയുമായിട്ട് പോകേണ്ടതല്ലേ? എൻ്റെയും എൻ്റെ മോൻ്റെയും മിന്നൽ പരിശോധന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. നേരാവണ്ണം പണിയെടുത്തോളണം. പൈസ ഒരു ഉടുപ്പുമില്ലാതെ എണ്ണി വാങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ ശകാരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു വണ്ടിയിൽ കാർത്തികയും ആ മേഡവും വന്നിട്ടുള്ളത്. എന്നിട്ട് മേഡത്തിനോട് കാർത്തിക പറയാണ്, ഇതേപോലത്തെ ഒരു വീടാണ് ഞാൻ മേഡത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നോക്കിക്കോ, നന്നായിട്ട് കണ്ടോ. നോക്കാനൊന്നുമില്ല, മോള് ചെയ്യുന്നതല്ലേ, അതെന്തായാലും നന്നായിരിക്കും. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ചെയ്തേക്കാം. എന്നാലും വീടൊന്ന് കാണ്. പ്രകാശൻ ഓരോരുത്തരെയും ശാസിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യാണ് പണിയെടുക്കുന്നവരെയൊക്കെ. അതിൻ്റെ ഇടയിലാണ് അണ്ണൻ വിളിക്കുന്നത്. പറയണാ, എടാ നീ കെട്ടാൻ പോകുന്ന പെണ്ണും അവളുടെ മോളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാർത്തികയും ലക്ഷ്മിയോ? കാർത്തികയും അവളുടെ അമ്മയൊന്ന്. ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. അവരിപ്പോൾ അങ്ങോട്ടേക്ക് വരും. നീ അവിടെ എങ്ങാനും പതുങ്ങിക്കോ, ഞാനിവിടെ നിന്ന് മാറി നിൽക്കാം. പ്രകാശൻ മാറി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അവനെ വകവയ്ക്കാതെ അവർ രണ്ടുപേരും മുകളിലേക്ക് പോവാണ്. എന്നിട്ട് കാർത്തിക പറയാണ്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അനിയത്തി കല്യാണിയെക്കുറിച്ച്. ഇൻറ്റീരിയൽ ഡിസൈനൊക്കെ അവൾ സൂപ്പറായിക്കോളും. നമ്മളൊരു ഐഡിയ പറഞ്ഞു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിലും ഓരോ മുറിക്കനുസരിച്ച് അവൾ ചെയ്തോളും. ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ചെയ്തു തന്നാൽ മതി. എന്തായാലും തിരുവനന്തപുരത്തൊരു വീട് എനിക്ക് വേണം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എറണാകുളത്തും കോഴിക്കോടുമൊക്കെ തുടങ്ങുന്ന ഓഫീസിൻ്റെ ഡിസൈൻസൊക്കെ മോള് തന്നെ ചെയ്തു തരണം. ഒരു ദിവസം നമുക്കൊരു യാത്ര പോകാം. ഈ കല്യാണിയുടെ ഹസ്ബൻഡ് കിരണിനോട് പറഞ്ഞാൽ കൃത്യമായ ലൊക്കേഷനൊക്കെ നമുക്ക് ചെയ്തു തരും. ഇത് തന്നെ കൺസ്ട്രക്ഷനും ചെയ്തോളും. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ കൂടുതൽ ദൂരത്തൊന്നും അവർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നില്ല എന്ന്. ഇത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ചെയ്തു തരും. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ടൂർ പ്ലാൻ ചെയ്യാം. ശരി. പ്രകാശം മെല്ലെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി തിരിഞ്ഞു വരികയാണ്. അല്ലണാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യ്, വേഗം നമുക്ക് പോകാം. എന്തായാലും നീ അവിടെയൊന്ന് ഒതുങ്ങി നിന്നതുകൊണ്ട് അവളെ നേർക്ക് കാണാൻ പറ്റി. നിനക്കൊന്ന് പരിചയപ്പെട്ടുകൂടായിരുന്നോടാ? അത് ശരിയാവില്ലണ. കാർത്തികമ്മയുടെ മുമ്പിൽ വെച്ച് അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആകെ കൊളാവും. അതുപോട്ടെ, നിങ്ങളെ കാർത്തികമ്മോൾ കണ്ടോ? ഇല്ല. അവർ വന്നപ്പോഴേ എന്തോ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. അത് കൊള്ളാം. അല്ലെങ്കിൽ നിങ്ങളവിടെ വന്നത് ഞാൻ കൂടെ വന്നിട്ടാണെന്ന് കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് അവർ അവിടെ നിന്ന് പോകും. എൻ്റെ അണ്ണ, എനിക്ക് അവളെ കുറച്ചുകൂടി അടുത്ത് നിന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. വർക്ക് സൈറ്റ് കാണാൻ വേണ്ടി വന്നതായിരിക്കും അമ്മയും മോളും കൂടെ. എൻ്റെ അണ്ണ, കാർത്തിക മോളേക്കാൾ ഐഡിയ ഉണ്ട് കാർത്തിക മോളുടെ അമ്മയ്ക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ ഐഡിയ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും. പിന്നെ കാണിക്കുന്നത് സരിയോ ഒരു ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഷാരിയുടെ മുടിയൊക്കെ ചെയ്യി കൊടുക്കുകയാണ്. അപ്പോൾ ഷാരി പറയാണ്, ശീലയില്ലാത്ത കാര്യമാണല്ലോ മോളെ ഇത്. ആ സമയത്ത് സരിയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് ശീലമുള്ള കാര്യമാണോ ശീലമില്ലാത്ത കാര്യമാണോ എന്ന് ഉടനെ തന്നെ തീരുമാനിക്കും. പഴയ പോലെ മോളെന്നെ സ്നേഹിച്ചിട്ട് ഒരുപാട് കാലമായി. ഇങ്ങനെ സ്നേഹിക്കാനാ? എന്തിനും ഏതിനും എനിക്കൊപ്പം നിന്ന അച്ഛനും അമ്മയും തലയ്ക്ക് വെളിവില്ലാതെയല്ലേ ഓരോന്നും പറയുന്നത്. ഞാൻ മാത്രമാണ് ഓരോന്ന് പറയുകയും ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. ഞാനൊരിക്കലും മോളുടെ ഭാവിയെ കരുതിയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. മോളുടെ അച്ഛൻ എല്ലാ അർത്ഥത്തിലും ഒരു കൊള്ളരുതാത്തവനാണെങ്കിലും
അങ്ങേരും മോളുടെ കാര്യത്തിൽ ഒരുപാട് സ്വാർത്ഥനായിട്ടുണ്ട്. അങ്ങേർക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞങ്ങളുടെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, ഇപ്പം അങ്ങനെയായോ? അച്ഛനെ ന്യായീകരിക്കാൻ തുടങ്ങിയോ? അങ്ങേരെ ഒരിക്കലും ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല മോളെ. പിന്നെ ഓരോന്ന് ചിന്തിച്ചപ്പോൾ അയാൾക്ക് അങ്ങനെ വന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. സരയു ചെരുപ്പിൽ വന്ന മുടിയൊക്കെ എടുത്തിട്ട് പറയാണ്, ഇതെൻ്റെ സ്വന്തം അമ്മയുടെ മുടി തന്നെയാണോ എന്നറിയില്ല. മോൾ നിർത്തിയോ? അങ്ങനെയാണെങ്കിൽ മോളുടെ മുടി ഞാൻ ചീകിത്തരാം. വേണ്ട അമ്മേ, എനിക്കിപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകണം. എങ്കിൽ ഞാനും വരാം. അല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാം. ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെ അമ്മ നന്നായിട്ട് നോക്കിക്കോണം. ഇത് പിന്നെ ഞാൻ നോക്കത്തില്ലേ മോളെ? അന്ന് കുഞ്ഞിനെ കാണാതായപ്പോൾ തന്നെ മോളേക്കാൾ കൂടുതൽ ടെൻഷനായത് എനിക്കാ. അന്ന് കുഞ്ഞിനെ കാണാതായതിൽ എനിക്ക് സംശയമുണ്ട്. അതിനെന്നെ സംശയിക്കല്ലേ മോളെ. അവളുടെ അച്ഛനിനി എന്തെങ്കിലും തലതിരിഞ്ഞ പ്രവൃത്തി ചെയ്തോ എന്ന് എനിക്കറിയില്ല. അല്ല, അച്ഛനും അമ്മയും ഇപ്പം എന്തിനാ ഇങ്ങനെ വെറുക്കുന്നത്? അമ്മയോട് അച്ഛൻ എന്തെങ്കിലും ചതി ചെയ്തിട്ടുണ്ടോ? കുറച്ച് സമയം ആലോചിച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം ഷാരി പറയാണ്, അങ്ങേര് ചെയ്ത കാര്യങ്ങൾ മുഴുവനും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പോൾ എന്താ ചെയ്തേ? അതൊന്നും പറയാത്തതാ മോളെ നല്ലത് എന്ന് പറഞ്ഞ് ഷാരി അവിടെ എന്നും എണീറ്റ്. അമ്മയുടെ സംസാരം പിന്നെ കിരൺ പറഞ്ഞത് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. എങ്കിലും എൻ്റെ അമ്മ മാറിപ്പോകും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. സരയു പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആ മുടിയൊക്കെ ചിർപ്പിൽ നിന്നും എടുത്ത് ടെസ്റ്റിനായി കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും see you all.